ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഗവർണർ ജനറൽമാരെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നാം ക്ലാസിന്റെ തുടർച്ചയായി വൈസ്രോയിമാരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി നിയമിതനായത് കാനിംഗ് പ്രഭുവാണ്. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി നിയമിതനായത് കാനിംഗ് പ്രഭുവാണ്. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കാനിംഗ് പ്രഭുവാണ്. കൽക്കട്ട, മദ്രാസ്, ബോംബെ എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കാനിംഗ് പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യ സർവകലാശാലയാണ് കൽക്കട്ട സർവകലാശാല. കൽക്കട്ട സർവകലാശാല സ്ഥാപിതമായത് 1857 ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് കൽക്കട്ട സർവകലാശാല. കൽക്കട്ട സർവകലാശാല സ്ഥാപിതമായത് 1857 ഇന്ത്യയിൽ വെള്ളക്കാരുടെ സമരമാണ് വൈറ്റ് മ്യൂട്ടിനി. ഇന്ത്യയിൽ വെള്ളക്കാരുടെ സമരമായ വൈറ്റ് മ്യൂട്ടിനി നടന്ന വർഷം 1859. ഇന്ത്യയിൽ വെള്ളക്കാരുടെ സമരമായ വൈറ്റ് മ്യൂട്ടിനി നടന്ന വർഷം 1859. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറലാണ് കാനിംഗ് പ്രഭു. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറലാണ് കാനിംഗ് പ്രഭു. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയ വൈസ്രോയിയാണ് കാനിംഗ് പ്രഭു. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയ വൈസ്രോയിയാണ് കാനിംഗ് പ്രഭു. നോട്ടിയ ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായി ഉണ്ടായിരുന്നത് കാനിംഗ് പ്രഭുവാണ്. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറൽ 1860 ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ്. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ കാനിംഗ് പ്രഭുവാണ്. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം 1861 പാസാക്കിയ വൈസ്രോയി കാനിംഗ് പ്രഭുവാണ്. ഇപ്പോൾ നമുക്ക് കാനിംഗ് പ്രഭുവിനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി നിയമിതനായത് കാനിംഗ് പ്രഭുവാണ്. നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ കാനിംഗ് പ്രഭു തന്നെയാണ്. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കാനിംഗ് പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യ സർവകലാശാലയാണ് കൽക്കട്ട സർവകലാശാല. കൽക്കട്ട സർവകലാശാല സ്ഥാപിതമായത് 1857 ഇന്ത്യയിൽ വെള്ളക്കാരുടെ സമരമായ വൈറ്റ് മ്യൂട്ടിനി നടന്ന വർഷം 1859. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ്. 1860 ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയത്. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയ വൈസ്രോയി കാനിംഗ് പ്രഭുവാണ്. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ കാനിംഗ് പ്രഭുവാണ്. എന്നാൽ ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയ വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും കാനിംഗ് പ്രഭു തന്നെയാണ്. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയത് 1861. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ച വൈസ്രോയിയാണ് മേയോ പ്രഭു. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ച വൈസ്രോയിയാണ് മേയോ പ്രഭു. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മേയോ പ്രഭുവിനെയാണ്. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മേയോ പ്രഭുവിനെയാണ്. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയിയാണ് മേയോ പ്രഭു. മേയോ പ്രഭു കൊല്ലപ്പെട്ടത് ആൻഡമാനിൽ വെച്ചാണ്. നോട്ട് ചെയ്യുക. മേയോ പ്രഭുവിനെ വധിച്ച തടവുകാരനാണ് ഷേർ അലി. മേയോ പ്രഭുവിനെ വധിച്ച തടവുകാരനാണ് ഷേർ അലി. മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീരിലാണ്. മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീരിലാണ്. മേയോ പ്രഭുവിനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് മേയോ പ്രഭുവാണ്. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവാണ് മേയോ പ്രഭു. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭുവാണ്.
നോട്ട് ചെയ്യുക, ഇത് PYQ ആണ്. മേയോ പ്രഭു കൊല്ലപ്പെട്ടത് ആൻഡമാനിൽ വെച്ചാണ്. മേയോ പ്രഭുവിനെ വധിച്ച തടവുകാരനാണ് ഷേർ അലി. മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീരിലാണ്. അടുത്ത വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഓവൻ മെരിഡിത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഓവൻ മെരിഡിത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ചത് ലിട്ടൺ പ്രഭുവാണ്. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വർഷം 1877 1877 ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്ന വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. 1878 നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭുവാണെങ്കിൽ നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്നത് 1878 ലിട്ടൺ പ്രഭുവാണ്. നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി 1882 റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. നോട്ട് ചെയ്യാം, ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് 1881. അതിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിന്റാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി 1872 മേയോ പ്രഭുവാണ്. കൊല്ലപ്പെട്ട വൈസ്രോയി നോട്ട് ചെയ്യുക, ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി മേയോ പ്രഭുവാണ് 1872. എന്നാൽ ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. 1881 ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയത്. അപ്പോൾ നമ്മൾ റിപ്പൺ പ്രഭു പഠിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്ന കാര്യങ്ങളാണ്. നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്ന വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി മേയോ പ്രഭുവാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ ആയുധ നിയമം, ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് വേണമെന്ന നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. നോട്ട് ചെയ്യുക, ഇന്ത്യയിൽ ആയുധ നിയമം അഥവാ ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം നടപ്പിലാക്കിയത് 1878 നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്ന അതേ വർഷം തന്നെയാണ്. നോട്ട് ചെയ്യുക, ലിട്ടൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആയുധ നിയമം, ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. അപ്പോൾ ലിട്ടൺ പ്രഭുവിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ലിട്ടണും റിപ്പണും മാറിപ്പോവാൻ സാധ്യതയുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഓവൻ മെരിഡിത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വർഷം 1877. നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്ന വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ് 1878. 1878 നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭു നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ചത് 1882. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയത് 1872 മേയോ പ്രഭുവാണ്.
എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് റോയിയാണ് റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വർഷം 1881. ഇന്ത്യയിൽ ആയുധ നിയമം. ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ഈ നിയമം 1878 നടപ്പിലാക്കിയത്. അടുത്ത വൈസ്രോയി. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. നോട്ട് ചെയ്യാം, ജനകീയനായ വൈസ്രോയി. ഓവൻ മെരിഡിത്ത് എന്നറിയപ്പെട്ടിരുന്നത് ലിട്ടൺ പ്രഭുവാണെങ്കിൽ ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. ഒന്നാം ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ഒന്നാം ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. 1881 ഒന്നാം ഫാക്ടറി ആക്ട് പാസാക്കിയത്. റിപ്പൺ പ്രഭു ഒന്നാം ഫാക്ടറി ആക്ട് പാസാക്കിയത് 1881. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വർഷം 1882. 1882 ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. ഇൽബർട്ട് ബിൽ വിവാദത്തിന്റെ സമയത്തെ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. നോട്ട് ചെയ്യാം, ഇൽബർട്ട് ബിൽ വിവാദ സമയത്തെ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇൽബർട്ട് ബിൽ വിവാദം നടന്ന വർഷം 1883-84 കാലഘട്ടത്തിലാണ്. 1883-84 സമയത്താണ് ഇൽബർട്ട് ബിൽ വിവാദം നടന്നത്. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ. നോട്ട് ചെയ്യാം, ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ. റിപ്പൺ പ്രഭുവിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. ഒന്നാം ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ഒന്നാം ഫാക്ടറി ആക്ട് പാസാക്കിയ വർഷം 1881. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വർഷം 1882. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. ഇൽബർട്ട് ബിൽ വിവാദ സമയത്തെ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബിൽ എന്താണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം നമുക്കറിയാം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ഡഫറിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ഡഫറിൻ പ്രഭുവാണ്. മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ്. നോട്ട് ചെയ്യാം, മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ്. പറഞ്ഞു നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ഡഫറിൻ പ്രഭുവാണ്. മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്തെ വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു. അടുത്ത വൈസ്രോയി ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വർഷം 1905 ജൂലൈ 20 ഇത് PYQ ആണ്. നോട്ട് ചെയ്യാം. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ്
താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിന്റോ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയിയായി ഉണ്ടായിരുന്നത് മിന്റോ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. രണ്ടും മാറിപ്പോവരുത്. എന്നാൽ 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത്. 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത സമയത്തെ വൈസ്രോയിയാണ് ഹാർഡിഞ്ച് രണ്ടാമൻ. ഹാർഡിഞ്ച് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി. അപ്പോൾ ബംഗാൾ വിഭജനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിന്റോ പ്രഭുവാണ്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. എന്നാൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് 1905 ജൂലൈ 20 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയിയാണ് ഹാർഡിഞ്ച് രണ്ടാമൻ. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയിയും കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. നോട്ട് ചെയ്യുക. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് നമ്മുടെ കഴ്സൺ പ്രഭുവിനാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. അപ്പം നമ്മൾ കഴ്സൺ പ്രഭുവിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിന്റോ രണ്ടാമനാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി മിന്റോ രണ്ടാമനാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയിയാണ് ഹാർഡിഞ്ച് രണ്ടാമൻ. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1911 1911 തന്നെ മറ്റൊരു സുപ്രധാനമായ സംഭവം ഹാർഡിഞ്ച് രണ്ടാമൻ നടത്തിയിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്യാം. 1911 ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ ഹാർഡിഞ്ച് രണ്ടാമനാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ഹാർഡിഞ്ച് രണ്ടാമനാണ്. കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ വർഷം 1911 തന്നെയാണ്. അപ്പോൾ 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് രണ്ടാമനാണ്. 1911 ഇന്ത്യയുടെ തലസ്ഥാനം മാറ്റിയ വൈസ്രോയും ഹാർഡിഞ്ച് രണ്ടാമൻ തന്നെയാണ്. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മിന്റോ മോർലി ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് മിന്റോ പ്രഭു. മിന്റോ മോർലി ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം 1909 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് മിന്റോ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം.
മിന്റോ മോർലി ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം 1909 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. മിന്റോ മോർലി ഭരണപരിഷ്കാരം പോലെ തന്നെ വേറൊരു പരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ്. നോട്ട് ചെയ്യുക, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ചെംസ്ഫോർഡ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ചെംസ്ഫോർഡ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം നടപ്പിലാക്കിയത് 1919 1919 തന്നെയാണ് റൗലറ്റ് ആക്ട് പാസാക്കിയത്. റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയിയും ചെംസ്ഫോർഡാണ്. നോട്ട് ചെയ്യുക, റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയിയും ചെംസ്ഫോർഡാണ്. റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡാണ് 1919. എന്നാൽ റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയിയാണ് റീഡിംഗ് പ്രഭു. റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡാണ് 1919. റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയിയാണ് റീഡിംഗ് പ്രഭു. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയിയും റീഡിംഗ് പ്രഭുവാണ്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ്. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭുവിനെയാണ്. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭുവിനെയാണ്. ഒന്ന് പറഞ്ഞു നോക്കാം. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ചെംസ്ഫോർഡ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം നടപ്പിലാക്കിയത് 1919. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് മൊണ്ടേഗു ചെംസ് ഭരണപരിഷ്കാരമാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയത് ചെംസ്ഫോർഡ് 1919. 1919 തന്നെയാണ് റൗലറ്റ് ആക്ട് പാസാക്കിയത് ചെംസ്ഫോർഡാണ്. റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡാണ്. റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയിയാണ് റീഡിംഗ് പ്രഭു. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയിയാണ് റീഡിംഗ് പ്രഭു. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭുവിനെയാണ്. അടുത്തത് നോക്കാം. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭുവാണെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവാണ്. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവിനെയാണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 18ഉം 14ഉം ആക്കി നിജപ്പെടുത്തിയ ശാരദാ നിയമം പാസാക്കിയത് ഇർവിൻ പ്രഭുവാണ്. ശാരദാ നിയമം പാസാക്കിയത് 1929. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 18ഉം 14ഉം ആക്കി നിജപ്പെടുത്തിയ ശാരദാ നിയമം പാസാക്കിയത് ഇർവിൻ പ്രഭുവാണ്. ശാരദാ നിയമം പാസാക്കിയ വർഷം 1929. അതിനൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. 1940 ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയിയാണ് ലിൻലിത്ഗോ പ്രഭു. 1940 ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയിയാണ് ലിൻലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയിയും ലിൻലിത്ഗോ പ്രഭുവാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയിയും ലിൻലിത്ഗോ പ്രഭുവാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്.
1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻലിത്ഗോ പ്രഭുവാണ്. നോട്ട് ചെയ്യുക, ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻലിത്ഗോ പ്രഭുവാണ്. എന്നാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. പറഞ്ഞു നോക്കാം. ജൂത വൈസ്രോയി റീഡിംഗ് പ്രഭുവാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവിനെയാണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 18ഉം 14ഉം നിജപ്പെടുത്തിയ ശാരദാ നിയമം പാസാക്കിയത് ഇർവിൻ പ്രഭുവാണ്. ശാരദാ നിയമം പാസാക്കിയ വർഷം 1929 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. അടുത്ത വൈസ്രോയി ലിൻലിത്ഗോ പ്രഭുവാണ്. 1940 ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയിയാണ് ലിൻലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻലിത്ഗോ പ്രഭുവാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻലിത്ഗോ പ്രഭുവാണ്. എന്നാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത രണ്ട് വൈസ്രോയിമാരാണ് വേവൽ പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു. അവരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വേവൽ പ്രഭു ചെങ്കോട്ടയിൽ INA പട്ടാളക്കാരുടെ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് വേവൽ പ്രഭു. ചെങ്കോട്ടയിൽ INA പട്ടാളക്കാരുടെ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് വേവൽ പ്രഭു. 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭുവാണ്. 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭുവാണ്. 1946 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോയി വേവൽ പ്രഭുവാണ്. 1946 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോയി വേവൽ പ്രഭുവാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭുവാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭുവാണ്. ഇത് PYQ ആണ്, നോട്ട് ചെയ്യുക. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയിയായി ഉണ്ടായിരുന്നത് വേവൽ പ്രഭുവാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയിയായി ഉണ്ടായിരുന്നത് വേവൽ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ബാൾക്കൺ പദ്ധതി, ജൂൺ 3 പദ്ധതി എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. ബാൾക്കൺ പദ്ധതി, ജൂൺ 3 പദ്ധതി എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ടാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ടാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. വേവൽ പ്രഭുവിനെ കുറിച്ചും മൗണ്ട് ബാറ്റനെ കുറിച്ചും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ചെങ്കോട്ടയിൽ INA പട്ടാളക്കാരുടെ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് വേവൽ പ്രഭു. 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയിയാണ് വേവൽ പ്രഭു. 1946 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോയി വേവൽ പ്രഭുവാണ്. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭുവാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയി മൗണ്ട് ബാറ്റൻ ആണ്. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ബാൾക്കൺ പദ്ധതി, ജൂൺ 3 പദ്ധതി എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി
നിയമവിധേയമാക്കപ്പെട്ട ആക്ടാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അപ്പം നമ്മൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരെ കുറിച്ചും വൈസ്രോയിമാരെ കുറിച്ചുമാണ് പഠിച്ചത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പഠിക്കുക. താങ്ക് യു.